മലപ്പുറം മമ്പാടും നിലമ്പൂരും കാട്ടുപന്നി ആക്രമണം 5 പേർക്ക് പരിക്കേറ്റു. മമ്പാട് വീട്ടുമുറ്റത്ത് നിന്ന് അസൈനാർ, ജാനകി, സുഹ്റാബി എന്നിവരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. നിലമ്പൂരിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എപ്പോഴായിരുന്നു ഈ 2 സംഭവങ്ങളും? വീണ, ഇന്ന് രാവിലെയാണ് ഈ 2 സംഭവങ്ങളും നടന്നത്. മമ്പാടും അതോടൊപ്പം തന്നെ നിലമ്പൂരിലുമാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. നിലമ്പൂരിന് സമീപത്തുള്ള പ്രദേശം കൂടിയാണ് മമ്പാട് വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 3 പേരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. അസൈനാർ, സുഹ്റാബി, ജാനകി എന്നീ 3 പേരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. ഇവർ 3 പേരും ഇപ്പോൾ നിലവിൽ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ്. ഇവരുടെ പരിക്ക് സാരമുള്ള പരിക്കല്ല, പക്ഷേ എങ്കിലും ഇവർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോഴും നിലമ്പൂർ ആശുപത്രിയിൽ തുടരുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് യാത്രക്കാരനെ നിലമ്പൂരിൽ കാട്ടുപന്നി ഇടിച്ചിട്ടു. ഇയാളുടെ പരിക്കും പക്ഷേ ഗുരുതരമല്ല. എന്തായാലും പിന്നീട് ഈ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് നിലമ്പൂരും മമ്പാടുമെല്ലാം തന്നെ. നിലമ്പൂരിന് സമീപത്ത് തന്നെയാണ് മമ്പാട് എന്ന പ്രദേശവും. ഈ ഭാഗങ്ങളിലടക്കം കാട്ടാനയുടെയും അതോടൊപ്പം തന്നെ കാട്ടുപന്നികളുടെയും ശല്യം രൂക്ഷമായി ഉണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും നിവേദനങ്ങളും എല്ലാം തന്നെ സാധാരണ ജനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലയാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിരവധി ആളുകളാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. കാട്ടുപന്നി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതം പോലും വലിയ ബുദ്ധിമുട്ടിൽ ഉള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഇല്ല. ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എല്ലാം തന്നെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഒരു പരിഹാരവും ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. വീണ, ഓക്കെ, ശരി ശിവദാസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.